മലപ്പുറം എന്ന പേര് വളരെ കാലം മുമ്പൊന്നും ചരിത്രത്തിലില്ല. പിന്നെ നമ്മളൊക്കെ അറിയപ്പെട്ടിരുന്നത് മലബാർ എന്നാണ്. ആ മലബാറിൻ്റെ ഒരു പരിച്ഛേദമാണ് മലപ്പുറം. ചിലരൊക്കെ ഉത്തരേന്ത്യക്കാർ എഴുതി വിട്ടതുപോലെ ഇറ്റ് ഈസ് നോട്ട് ദ ലാൻഡ് ഓഫ് ഹിൽസ്, ഇത് കുന്നുകളുടെ നാടാണ് മലപ്പുറം എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം മല എന്ന് പറഞ്ഞാൽ ഹിൽ എന്നാണല്ലോ അർത്ഥം. പക്ഷേ അതിനെ അല്ല എന്ന് പറയിക്കുന്ന പ്രദേശമാണ് യഥാർത്ഥത്തിൽ പൊന്നാനി. പൊന്നാനിയും തിരൂരുമൊക്കെ അടങ്ങുന്ന തീരപ്രദേശം കൂടി ചേരുമ്പോൾ മാത്രമാണ് മലപ്പുറത്തിന് ഒരു സംസ്കാരം ഉണ്ടാകുന്നത്. ഈ നാട്ടിനെക്കുറിച്ച് വളരെ അഭിമാനപൂർവം എന്താണ് എന്ന് വ്യക്തമായി ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച മലപ്പുറത്തിൻ്റെ അകവും പുറവും ഉണ്ട്. അത് വായിക്കുന്നത് നല്ലതാണ്. 2-3 തവണ അത് പ്രസിദ്ധീകരിച്ചിട്ടും കോപ്പികൾ കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. കാരണം ഇപ്പോഴേ മലപ്പുറം എന്താണ് എന്ന് ലീഗുകാരും കോൺഗ്രസ്സുകാരും എല്ലാവരും മനസ്സിലാക്കി വരുന്നുള്ളൂ. അതുകൊണ്ട് ഇന്ന് അതിനൊരു പ്രസക്തി കൂടിയിരിക്കുകയാണ്. സാമൂതിരിയുടെ 2ാമത്തെ തലസ്ഥാനമായിരുന്നല്ലോ പൊന്നാനി. അതല്ല, ഇത് സാമൂതിരിയുടെ തലസ്ഥാനം തന്നെയായിരുന്നു എന്നാണ് ചിലരൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 2-1 എന്നുള്ള അതിനപ്പുറം തനിൻ്റെ സംസ്കാരത്തിന് വിലമതിപ്പുണ്ടാക്കിയ ഷെയ്ഖ് സൈനുദ്ദീൻ സാമൂതിരി ബന്ധത്തെക്കുറിച്ച് വളരെയധികം ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ മലയാളികളാരും ഇത് കൂടുതലൊന്നും പഠിച്ചിട്ടില്ല. സാമൂതിരിയും അതോടൊപ്പം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമും കുഞ്ഞാലി മരക്കാർമാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മയെ ഒരിക്കലും മതത്തിൻ്റെ വരമ്പ് കൊണ്ട് വേർതിരിക്കാൻ കഴിയില്ല. അല്ലെങ്കിലും സമൂഹത്തിലുള്ള കൂട്ടായ്മകളെ മതങ്ങൾ സഹായിക്കുകയല്ലാതെ വേർതിരിച്ച് നിർത്താൻ അന്ന് ഒരു മതവും ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ ഒരുമിച്ച് തന്നെ നിൽക്കുന്നത്. നമുക്കിടയിൽ ഒരുപാട് വിശ്വാസ വൈജാത്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഈ ഇരിക്കുന്ന എല്ലാവരും ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരല്ലല്ലോ. അതുപോലെ വ്യത്യസ്ത മതങ്ങളിൽ ഒരു ദൈവത്തിലും പരദൈവത്തിലും ദൈവമില്ലായ്മയിലും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ. അവർക്ക് ഇങ്ങനെ ഇരിക്കുവാൻ ഇവിടെ ഏത് പാർട്ടിക്കാർക്കാണ് കഴിയുക? കോൺഗ്രസ്സുകാർ വരുമ്പോൾ അവിടെ ഉയർന്ന ജാതിക്കാരും താണ ജാതിക്കാരും 2 തട്ടിൽ ഇപ്പോഴും ഇരിക്കണം. ലീഗുകാർ വരുമ്പോൾ അവിടെ മാപ്പിളം മുസ്ലിങ്ങളായ ആളുകൾക്ക് മാത്രമേ അവിടെ സീറ്റുള്ളൂ. പിന്നെ BJP വന്നാൽ അവിടെ ഹിന്ദുക്കൾക്കേ സീറ്റുള്ളൂ. ജമാഅത്തെ ഇസ്ലാമിക്കാർ വന്നാൽ അവിടെ മുസ്ലിങ്ങൾക്കേ സീറ്റുള്ളൂ. പക്ഷേ ഇങ്ങനെ ഹിന്ദുവും മുസൽമാനും വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും ഒരു കുടക്കീഴിൽ കൊണ്ടിരുത്താൻ പറ്റുന്ന ഒരേ ഒരു പാർട്ടി ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയേ ഉള്ളൂ എന്നതിൽ ഒരു തർക്കവും ഇല്ലല്ലോ. ഇതൊക്കെ പഠിച്ചിട്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ പ്രസംഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മ സൃഷ്ടിച്ചെടുക്കുന്നതിൽ വലിയ സംസ്കാരത്തിന് വലിയ പങ്കുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇത് പഴയ കാലത്ത് തന്നെ ഇവിടെ ബീഡി തെറുപ്പുകാരുണ്ടായിരുന്നു, പല വിധത്തിലുള്ള തൊഴിലാളി സംഘങ്ങളുണ്ടായിരുന്നു. ആ തൊഴിലാളി സംഘങ്ങളൊന്നും മതത്തിൻ്റെ പേരിലല്ല, മറിച്ച് അവരുടെ തൊഴിലിൻ്റെ പേരിലാണ് സംഘടിച്ചിരുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ വ്യക്തി സ്വകാര്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ആരിൽ വിശ്വസിക്കണം, ആരിൽ വിശ്വസിക്കേണ്ട എന്നുള്ളത്. നമ്മുടെ വീടിനൊരു സ്വകാര്യതയുണ്ട്. അന്യർ വന്ന് വീട്ടിലേക്ക് കടക്കാൻ പോകുന്നില്ല, അവർ സമ്മതം ചോദിച്ചിട്ട് വേണം. അത് ആ വീട്ടിൻ്റെ ഒരു സ്വകാര്യതയാണ്. അതുപോലെ സ്വകാര്യമായി സൂക്ഷിക്കുന്നതാണ് മതം. ആ മതത്തിൻ്റെ പൊരുളറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവർക്ക് അത് നന്മ പ്രദാനം ചെയ്യുന്നു, മനുഷ്യർക്ക് ഗുണം ചെയ്യുന്നതാണ് മതം എന്നാണ് ഇസ്ലാം മതം പറയുന്നത്. എല്ലാ മതവും അങ്ങനെ തന്നെയാണ്. അതായത് മനുഷ്യരുടെ ഗുണകാംക്ഷ. പ്രവാചകൻ മുഹമ്മദ് നബി തൻ്റെ അനുയായികളെയൊക്കെ സാക്ഷി നിർത്തി പറയുകയുണ്ടായി, ആ മനുഷ്യൻ സ്വർഗത്തിലാണ്. നമ്മുടെ സ്വർഗം വളരെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണല്ലോ. ആ മനുഷ്യൻ സ്വർഗത്തിലാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം സ്വർഗത്തിലാകുന്നത് എന്നതിന് മുഹമ്മദ് നബി പറഞ്ഞത്, അദ്ദേഹം വിശന്നു വലഞ്ഞ ഒരു പട്ടിക്ക് വെള്ളം കൊണ്ടുകൊടുത്തു, അതിൻ്റെ പേരിൽ അദ്ദേഹം സ്വർഗത്തിലാണ്. അല്ലാതെ അദ്ദേഹം മുസൽമാനായിരുന്നോ,
അല്ലെങ്കിൽ അദ്ദേഹം വേറെ ജാതിക്കാരനോ മതക്കാരനോ ഒന്നും ആയതിൻ്റെ പേരിലില്ല. മറിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തൊട്ടാൽ അശുദ്ധമാകുന്ന ആ ജീവി ദാഹിച്ചു വലഞ്ഞ് ഇങ്ങനെ ഓടുന്ന സമയത്ത് അത് കണ്ടറിഞ്ഞ ഒരാൾ അതിന് തൻ്റെ കയ്യിലുള്ള വെള്ളം കൊടുത്തു. അതുകൊണ്ട് അയാൾ സ്വർഗത്തിലാണ് എന്ന് പറയുമ്പോൾ അത് മാത്രം മതി എന്താണ് വിശ്വാസത്തിൻ്റെ അന്തസ്സത്ത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അതിന് ഇഹ്സാൻ എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷ, സമൂഹത്തിലുള്ളവർക്ക് ഗുണം ചെയ്യുന്നതാണ് ഗുണകാംക്ഷ എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ മതം എന്നാണ് ആചാര്യന്മാരൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് തെന്നിമാറി മതത്തെ സ്വന്തമാക്കി ഒന്നാക്കി ഇതെൻ്റെ മതം അത് നിൻ്റെ മതം എന്ന തരത്തിലേക്ക് മാറ്റി മനുഷ്യരെ മുഴുവനും ഭിന്നിപ്പിക്കുന്ന ഒരു ഏർപ്പാട് ഇപ്പോൾ ഇവിടെ അത് തുടർന്നുകൊണ്ട് നടക്കുന്നത് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി, RSS എന്നിവരാണ്. അവർ പലപ്പോഴും ഒന്നായിരിക്കും, പലപ്പോഴും അവർ ഒന്ന് തന്നെയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് RSSഉം ജമാഅത്തെ ഇസ്ലാമിയും ഒന്നായി. അതുപോലെ അടുത്ത കാലത്ത് ഒന്നിച്ചിരുന്നു, പുറത്ത് ഫോട്ടോ കൊടുത്തു, താടിയുള്ള ഒരാളും ഒരു കാഷായ വസ്ത്രം അടിഞ്ഞ അപ്പുറത്തൊരാളും. രണ്ടും യഥാർത്ഥത്തിൽ ഒരാൾ മുസ്ലിമും അല്ല, ഒരാൾ ഹിന്ദുവും അല്ല. കാരണം ഈ കപട വിശ്വാസങ്ങൾ തമ്മിൽ ഒരുമിച്ചിരുന്നു എന്ന് മാത്രം. കാരണം അത്രയ്ക്കും രാജ്യത്ത്, നേരെ മറിച്ച് നമുക്ക് എപ്പോഴെങ്കിലും RSSഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിച്ചിരുന്നിട്ടുണ്ടോ? ഇരിക്കാൻ പറ്റില്ല. ഒന്ന് ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുകയാണ്, മറ്റൊന്ന് മതാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുകയാണ്. അവർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ഒരിക്കലും ഒരുമിച്ചിരിക്കുകയില്ല. അപ്പോൾ ആ രീതിയിൽ മനുഷ്യർക്ക് ഒരു സംസ്കാരം കാത്തു സൂക്ഷിക്കുകയും ആ സംസ്കാരത്തിൻ്റെ പാരമ്പര്യം തുടരുകയും ചെയ്യുന്നതിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഹിച്ച ത്യാഗം വളരെ വലുതാണ്. നമുക്കറിയാം നമ്മുടെ മലയാള ഭാഷ ഒരു വിഭാഗത്തിൻ്റെ മാത്രം ഭാഷയാണ് എന്ന് പറയാൻ പറ്റുമോ? അറബി മലയാളം എന്ന് പറയുന്നത് മലയാളമല്ലേ? നമ്മുടെ പൊന്നാനിയിൽ എൻ്റെ സുഹൃത്ത് TV അബ്ദുറഹ്മാൻകുട്ടി മാഷ് ഒരു പുസ്തകം എഴുതിയിരുന്നു. ഞാനതെൻ്റെ മഖ്ദൂമും പൊന്നാനിയും എന്ന പുസ്തകത്തിൽ അതിൻ്റെ ലാസ്റ്റ് പാട്ടിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പൊന്നാനി ബിഷായം എന്നാണ്. ബിഷായം ഏതാണ് വാക്ക്? സംസ്കൃതമാണോ? അത് മലയാളമാണ്. വർത്താനം എന്താണ്? മലയാളമാണ്. എനിക്കറിയില്ല, നാരായണ മാഷ് സമ്മതിക്കുമെന്നറിയില്ല. ഈ മലയാളത്തിൽ ഒരു 40% പദങ്ങൾ പേർഷ്യൻ ഭാഷയിൽ നിന്നും അറബി ഭാഷയിൽ നിന്നും വന്നതാണ് എന്നാണ്. അതുപോലെ നമുക്ക് പണ്ട് കക്കൂസ് ഉണ്ടായിരുന്നു. കക്കൂസിൽ എന്നാ മലയാളി പോകാൻ തുടങ്ങിയത്? പൊന്നാനിക്കാരൊക്കെ കടപ്പുറത്തേക്ക് പോയിരുന്നു. അതുപോലെ നാട്ടിൻപുറത്തുകാരൊക്കെ തൊടിയിലേക്ക് പോകും. കക്കൂസ് തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പേര് എവിടെ നിന്ന് വന്നതാണ്? കക്കൂസ് എന്ന പേര് ഡച്ചുകാരുടെ ഭാഷയാണ്. അവരാണ് കക്കൂസ് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ അതിനെ തണ്ടാസ് എന്ന് പറയും. തണ്ടാസ് എന്ന് പറഞ്ഞാൽ അത് പറങ്കി ഭാഷയാണ്. മേശ എന്ന് പറഞ്ഞാൽ അത് പറങ്കിയാണ്. കസേര എന്ന് പറഞ്ഞാൽ പറങ്കിയാണ്. ഇതൊക്കെ എന്നാ മലയാളമായത്? ഇനി ബലാല്, മുസീബത്ത്, ഹലാക്ക്, കച്ചറ എന്നൊക്കെ പറഞ്ഞാലോ അത് അറബിയും പേർഷ്യനും ഭാഷയാണ്. പിന്നെ മലയാളം എവിടെ ഉള്ളത്? അതെനിക്കറിയില്ല. ഇതൊക്കെ കൂടുമ്പോൾ അതാണ് സാംസ്കാരികമായ കൂട്ടായ്മ എന്ന് പറയുന്നത്. നമുക്ക് ഒന്നിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ, നമുക്ക് ഒന്നിച്ച് ഇരിക്കാൻ പറ്റുള്ളൂ. ഞാൻ പഠിച്ചിട്ടുണ്ട് ഇവിടെ അറബി മലയാളം എന്നിപ്പോൾ നമ്മൾ ഈ പേര് കൊടുക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു പേര് പിന്നീട് കൊടുത്തതാണ്. കാരണം മലയാളം ഉള്ളതിന് മുമ്പ് തന്നെ ഉണ്ട് ഈ ഒരു എഴുത്ത്. ഇത് എഴുത്തച്ഛൻ വരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു എഴുത്തുണ്ട് എന്നാണ് പറയുന്നത്. പിന്നീട് എഴുത്തച്ഛൻ വന്നപ്പോൾ കുറച്ചുകൂടി പരിഷ്കരിച്ചു. അങ്ങനെ ഉണ്ടായി തീരുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഭാഷകളൊക്കെ. ഇതിനെ ഹിന്ദുവിൻ്റെ ഭാഷ എന്നോ ക്രിസ്ത്യാനിയുടെ ഭാഷ എന്നോ മുസൽമാൻ്റെ ഭാഷ എന്നൊക്കെ വേർതിരിച്ചുണ്ടാക്കുന്നത് പിന്നീടാണ്. ഇവിടെ പഴയ കാലത്ത് ഒരു ബീഡി തെറുപ്പുകാരുടെ ഒരു പാട്ട് ഇങ്ങനെയുണ്ട്. പാട്ട് എനിക്കറിയില്ല. അതിൽ പറയുന്നത് മുഴുവൻ ഇവിടുത്തെ നാട്ടുകാരുടെ ഭാഷയിലാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത്. കാരണം അവിടെ മറ്റൊരു തരത്തിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സാംസ്കാരികമായ അടിത്തറ ഉണ്ടാക്കുകയും ആ അടിത്തറയിൽ നിന്നുകൊണ്ട് കേരളീയർ വളരുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സംസ്കൃതിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിലനിൽക്കേണ്ടത്. ആ സംസ്കൃതി നിലനിൽക്കാൻ എല്ലാവരും വെവ്വേറെ ഇങ്ങനെ കൂടി ഇരുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. ഇന്ത്യ രാജ്യം തന്നെ അങ്ങനെയാണ്. മലപ്പുറം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഞാൻ പറഞ്ഞതുപോലെ കുന്നിൻ്റെയൊക്കെ പ്രദേശമാണെങ്കിലും ഇവിടെ എല്ലാം ഒത്തൊരുമിച്ച ഒരു സമന്വയം ഇവിടെ പ്രത്യേകിച്ചുമുണ്ട്. നമുക്കറിയാമല്ലോ, പൊന്നാനി തീർച്ചയായിട്ടും അത് മഖ്ദൂമിൻ്റെയും സാമൂതിരിയുടെയും കുഞ്ഞാലിയുടെയും നാടാണ്. കുറച്ചങ്ങോട്ട് പോയാൽ ആഴ്വാഞ്ചേരി തമ്പുരാക്കന്മാർ,
അവിടെ സംസ്കൃത ഭാഷയ്ക്ക് വേണ്ടിയുള്ള ഭയങ്കരമായ മത്സരങ്ങൾ, അതിൻ്റെ നാരായണീയത്തിൻ്റെ കർത്താവ്, അങ്ങനെ അവിടെ പോകുന്നു. പിന്നെ തിരൂരിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എഴുത്തച്ഛൻ്റെ തട്ടകം. അപ്പോൾ ശരിക്ക് ഈ കേരളത്തിന് തന്നെ ഈ ഒരു മലയാള ഭാഷയും അറബി മലയാളവും അതുപോലെ സംസ്കൃതവും ഒക്കെ യഥാർത്ഥത്തിൽ അതിൻ്റെതായ രീതിയിൽ കൊണ്ടുകൊടുത്തത്, കുമ്പിളിലാക്കി കൊടുത്തത് യഥാർത്ഥത്തിൽ മലപ്പുറം എന്ന് പറയുമ്പോൾ നമ്മൾ മലപ്പുറത്തുകാർക്കൊരു അഭിമാനം ഉണ്ടാവില്ലേ? തൃശ്ശൂരോ കോഴിക്കോടോ എവിടെയെങ്കിലും മലയാളം പറഞ്ഞോട്ടെ, പക്ഷേ അത് ഇവിടെ നിന്നല്ലേ പോയത്? പൂന്താനം എവിടുത്തുകാരനല്ലേ? ഇന്നലെ ഞങ്ങളുടെ കോളേജിൽ ഒരു സ്ത്രീ വന്നിരുന്നു. അവർ നാക്കിൻ്റെ പരിശോധനയ്ക്ക് വന്നതാണ്. അവർ വരുന്നത് ഹരിയാനയിൽ നിന്നാണ്. അവർ കേട്ടിട്ടുണ്ട് കാടാമ്പുഴയെക്കുറിച്ച്. അവർ പറഞ്ഞു, എനിക്ക് കാടാമ്പുഴ ക്ഷേത്രത്തിൽ പോകണം. കാടാമ്പുഴ ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി ഒരുപാട് സമയം അവിടെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു അവർ, കേരള ഈസ് ഡിഫറെൻറ്റ്, കേരളം ഡിഫറെൻ്റാണ്. അവർക്ക് ഞങ്ങൾ പൊന്നാനി പള്ളിയും കാണിച്ചു കൊടുത്തു. കാരണം ഹരിയാനയിൽ ഇതിങ്ങനെ കാണാൻ പറ്റില്ല. ഹരിയാനയിൽ ഒരു ഹിന്ദുവിന് മുസൽമാൻ്റെ അവിടെ പോകാൻ പറ്റില്ല, മുസൽമാന് ഹിന്ദുവിൻ്റെ അവിടെ പോകാൻ പറ്റില്ല. പക്ഷെ നമ്മളത് കണ്ട് നമ്മളും അതിങ്ങനെ വേർതിരിച്ച് അവിടെ ഹിന്ദുവിന് പ്രവേശനമില്ല, ഇവിടെ മുസൽമാന് പ്രവേശനമില്ല എന്ന് പറഞ്ഞ ബോർഡുകൾ എന്നാ തൂങ്ങാൻ തുടങ്ങിയത്? ഇതൊക്കെ ആരാ തൂക്കാൻ തുടങ്ങിയത്? നമ്മൾ യഥാർത്ഥത്തിൽ മതത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് പുതിയ പ്രസ്ഥാനങ്ങൾ വന്നപ്പോൾ അവർ മതത്തെ ചീത്തയാക്കി. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇസ്ലാം മതവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ വായിച്ചിട്ട് എനിക്ക് വലിയ വ്യത്യാസമൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കൂട്ടർക്ക് ദൈവമുണ്ട്, ഒരു കൂട്ടർക്ക് ഒരുപാട് ദൈവമുണ്ട്, എന്നാൽ ദൈവം ഇല്ലാത്തവരുണ്ട്. അതൊന്നുമല്ല ഇവിടെ പ്രധാനം. ഞങ്ങൾ നാരായണ മാഷും തമ്മിൽ ചർച്ച ചെയ്യായിരുന്നു ഇപ്പോൾ പോരുമ്പോൾ. അതായത് ഈ ദൈവത്തെക്കുറിച്ചൊന്നും കാൾ മാർക്സ് വല്ലാതൊന്നും ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹം ചർച്ച ചെയ്തത് തൊഴിലാളികളുടെ വിഷയമാണ്, അധ്വാനിക്കുന്നതിൻ്റെ വിഷയമാണ്, മാർജിനലൈസ്ഡായ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ വിഷയമാണ്. ആ വിഷയമാണ് അദ്ദേഹം ചർച്ച ചെയ്തത്. അതിന് ഇസ്ലാമിനെ അവർ അഭിനന്ദിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കാലം കാൾ മാർക്സ് അദ്ദേഹത്തിൻ്റെ താടിയെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഐ ഗോട്ട് ഇറ്റ് ഫ്രം അൾജിയേഴ്സ് പോയപ്പോഴാണ് ഇത് എനിക്ക് കിട്ടിയത് എന്ന് പറയുന്നത്. അല്ല, അത് യൂറോപ്പിൽ തന്നെയുണ്ട്, യഹൂദന്മാരൊക്കെ താടി വെക്കുന്നവരാണ്. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഇതിൻ്റെ ഒരു പ്രചോദനം കൂടി കിട്ടിയത് അവിടെ നിന്നാണ്. അതുപോലെ ലെനിൻ പറയുന്നുണ്ട്, ഈ പരിശുദ്ധാത്മാവും അതുപോലെ കർത്താവും യേശുവൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മൾ സൃഷ്ടിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ്. അവർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഒന്നിച്ചിരിക്കാനും അതോടൊപ്പം തന്നെ പാവപ്പെട്ടവരുടെ ഉദ്ധാരണത്തിനും വേണ്ടിയാണ്. അതിനെ ഒന്നും നമ്മൾ അങ്ങനെ തള്ളേണ്ടതില്ല. പക്ഷേ പൗരോഹിത്യത്തെ എതിർക്കുകയാണ്. പൗരോഹിത്യത്തെ യേശു എതിർത്തിട്ടുണ്ടല്ലോ, മുഹമ്മദ് നബി എതിർത്തിട്ടുണ്ടല്ലോ, ഖുർആൻ എതിർക്കുന്നുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കുന്നുണ്ട്. ആ പുരോഹിതന്മാരിൽ നിന്ന് സാധാരണക്കാരായ ആളുകളെ രക്ഷപ്പെടുത്താനാണല്ലോ കാൾ മാർക്സ് വന്നത്. അദ്ദേഹത്തിന് അല്ലാമ ഇക്ബാൽ പറയുന്നത് അദ്ദേഹം വേറൊരു മോശയാണ്, അദ്ദേഹം വേറൊരു യേശുവാണ്, വേറൊരു മുഹമ്മദാണ് എന്നാണ്. കാരണം ഒരു പ്രവാചകൻ്റെ ഒരു പദവിയിലേക്കാണ് കാൾ മാർക്സിനെ അല്ലാമ ഇക്ബാൽ എന്ന കവി അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ ആരാണ് അതിനൊക്കെ കത്തിവെച്ചത്? മലപ്പുറത്ത് ഇവിടുത്തെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും തൊട്ടറിഞ്ഞ ആളുകളാണല്ലോ നമ്മളൊക്കെ. നമ്മുടെ ഒരു പഴയകാല ജീവിതം, പഴയതെന്ന് പറയണ്ട, ഇപ്പോഴുമുള്ള ജീവിതം, ആ ജീവിതത്തിന് വല്ല പോറലും ഏറ്റിട്ടുണ്ടോ? ഇവിടെയുള്ള ഉത്സവങ്ങൾ നടക്കുന്നില്ലേ? ഇവിടെയുള്ള പൂരങ്ങൾ നടക്കുന്നില്ലേ? ഇവിടെയുള്ള എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നടക്കുന്നില്ലേ? അതിൽ എന്താണ് തമ്മിൽ വല്ല ശത്രുത ഉണ്ടായിട്ടുണ്ടോ? ഓണം വരുമ്പോൾ ആഘോഷിക്കുന്നു, അതുപോലെ പെരുന്നാൾ വരുമ്പോൾ നമ്മൾ ആഘോഷിക്കുന്നു. ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും തർക്കം ഉണ്ടായിട്ടുണ്ടോ? പക്ഷേ ഇവിടെയൊക്കെ ഒരു അതിർവരമ്പ് സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇപ്പോഴും മലപ്പുറത്തേക്ക് കടന്നിട്ടില്ല. കാരണം ഒരു സംസ്കാരത്തെ ഒരിക്കലും അങ്ങനെ ആഴത്തിൽ മുറിവേൽപ്പിക്കാനൊന്നും ആർക്കും കഴിയില്ല. ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഇവിടെ അതാ ഒന്നാകെ മലപ്പുറത്തെ മാറ്റിമറിക്കുന്നു എന്ന് പെരുമ്പറയിട്ടുകൊണ്ട് RSSകാർ എത്ര കാലമായി മലപ്പുറത്ത് തന്നെ ഇങ്ങനെ കണ്ണും തിരുമ്മി കാത്തിരിക്കുന്നു? മലപ്പുറത്തിന് വല്ലതും പറ്റിയോ? മലപ്പുറത്തിന് പറ്റാൻ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മതിക്കില്ല. മറ്റുള്ളവർ അപ്പുറത്തും ഇപ്പുറത്തും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യില്ല എന്ന് ഉറക്കെ പറയുന്നൊരു ചരിത്രം നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ അടുത്ത് ഒരാൾ നമ്മുടെ പാർട്ടിയിൽ നിന്നൊക്കെ പോയി അദ്ദേഹം പറഞ്ഞു, മലപ്പുറത്ത് പോലീസുകാർ വന്ന് വലിയ അതിക്രമം ഉണ്ടാക്കുന്നുണ്ട്. പോലീസുകാർ എന്നും അതിക്രമം ഉണ്ടാക്കുന്നവർ തന്നെയാണ്. പക്ഷെ അത് കൊണ്ടുവന്ന് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം.
ഇതെല്ലാം അറിയാവുന്ന വലിയൊരു അകക്കണ്ണൊന്നും ഇവിടെ ആർക്കും ഇല്ല. ഇതൊക്കെ ശ്രദ്ധയിൽ ചെലുത്തുന്നതിന് പകരം ഉള്ളതും ഇല്ലാത്തതും മെനഞ്ഞുണ്ടാക്കി എനിക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ കാരണവും പറഞ്ഞ് പാർട്ടിയിൽ നിന്നൊക്കെ പോയാൽ അവർ പാർട്ടിയിൽ ആദ്യം തന്നെ വന്നിട്ടില്ല എന്നല്ല പഠിച്ചു വരണം. പഠിച്ചു വരുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. ഇവിടെ അടുത്ത് സഖാവ് പിണറായി കോഴിക്കോട് വന്നപ്പോൾ അദ്ദേഹം കണക്കുകളെടുത്ത് കുറ്റകൃത്യങ്ങളുടെ ലിസ്റ്റ് കാണിച്ചു കൊടുത്തു. ഈ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന്. അപ്പോൾ പറഞ്ഞു അത് പോലീസുകാർ കൊടുത്ത കണക്കാണെന്ന്. പോലീസുകാർ കൊടുത്ത കണക്കല്ലാതെ തന്നെ രേഖകളിൽ നിന്ന് എടുത്തുകൊണ്ടുള്ള കണക്ക് അദ്ദേഹം പറഞ്ഞു ഏറ്റവും കുറച്ച് കുറ്റകൃത്യങ്ങൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ അദ്ദേഹം അതുമാത്രമല്ല പറഞ്ഞത്, ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ജില്ലയാണ് മലപ്പുറം. കുറ്റകൃത്യങ്ങളുടെ എണ്ണം നോക്കുമ്പോഴോ അത് ഏറ്റവും കുറവ്. അപ്പോൾ അത്രയ്ക്കും വിശാലമായ സ്വത്വബോധമുള്ള ഒരു മനുഷ്യരുടെ കൂട്ടം, ഒരു നല്ല മനുഷ്യരുടെ കൂട്ടം ഈ മലപ്പുറത്തുണ്ട്. അപ്പോൾ അവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് പുറത്തു നിന്നുണ്ടാകുന്ന ഒരുപാട് ജൽപ്പനങ്ങളെ മലപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെയുള്ള ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ആരാണ് എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ മുസ്ലിം ലീഗിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. മുസ്ലിം ലീഗ് ഒരു സെക്യുലർ പാർട്ടിയാണെന്ന് തന്നെയാണ് നമ്മളൊക്കെ കരുതി പോരുന്നത്. അങ്ങനെ ആയിരിക്കട്ടെ എന്ന് നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവർ ജമാഅത്തെ ഇസ്ലാമിയും SDPIയുമായിട്ടൊക്കെ കൂട്ടുകൂടുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മീഡിയ വണ്ണിൽ ഒരു സ്റ്റൂളിൽ ഇരുന്നിട്ട് ഒരു സംസാരമുണ്ട്. ആ സംസാരത്തിൽ നിന്ന് വരുന്ന ഒരുപാട് കള്ളക്കഥകളുണ്ട്. ആ കഥനം ചെയ്യുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ജോലി എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എങ്ങനെയാണ് മതവിരുദ്ധമാക്കി ചിത്രീകരിക്കുക എന്നുള്ളതാണ്. അതുപോലെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗുകാരനായ ഒരു മൗലവി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിപ്പോൾ ഇങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ കൊണ്ടൊക്കെ വായിപ്പിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ നിന്നാൽ അവൻ മതത്തിൽ നിന്ന് പുറത്തു പോകും. ഞാനത് ആദ്യം ഒന്ന് വായിച്ചപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ബാഫക്കി തങ്ങളെ കുറിച്ചാണ്. എല്ലാ ആളുകളും എല്ലാ ജാതിക്കാരും മതക്കാരും ഒക്കെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ബാഫക്കി തങ്ങൾ. അപ്പോൾ ബാഫക്കി തങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയോ എന്നതായിരുന്നു എൻ്റെ സംശയം. കാരണം ഒരുപാട് കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. നമുക്കറിയാം EMSൻ്റെ കൂടെ ഉണ്ടായിരുന്നു. CH മുഹമ്മദ് കോയ സാഹിബിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. CH മുഹമ്മദ് കോയ സാഹിബ് EMSൻ്റെ കൂടെ അന്ന് അധികാരത്തിലിരുന്ന സന്ദർഭത്തിലാണ് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളായ അല്ലെങ്കിൽ പിന്നോക്കക്കാരായ മുസ്ലിങ്ങൾക്ക് എല്ലാം ചെയ്തു കൊടുത്തത് എന്ന് പറയാറുണ്ട്. അതൊന്നുമല്ല, അതിനു മുമ്പ് തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. EMS ഭരണത്തിലേറിയ കാലത്താണ് സംവരണം കൊണ്ടുവന്നത്. അതുപോലെ വിദ്യാഭ്യാസപരമായ ഒരുപാട് മുന്നേറ്റങ്ങൾ, ഒരുപാട് സ്കൂളുകൾ കൊണ്ടുവരാൻ തുടങ്ങിയത് അന്ന് മുതലാണ്. അന്ന് ഒറ്റയ്ക്കാണ് ഭരിച്ചത്. ആ EMSനെ താഴെ ഇറക്കിയിട്ട് ലീഗുകാർക്ക് വല്ലതും കിട്ടിയില്ല. അവസാനം തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും EMSൻ്റെ അടുത്ത് വന്നു, മന്ത്രിസഭയുണ്ടാക്കി. CH മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായി. ആ സഹകരണത്തിലാണ് മലപ്പുറം ജില്ല ഉണ്ടായത് എന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. അങ്ങനെ ഉണ്ടായ ആ മലപ്പുറം ജില്ല മാത്രമല്ല, നേരത്തെ ജലീൽ പറഞ്ഞതുപോലെ നാനാവിധ പുരോഗതി ഉണ്ടായി. അതിനുശേഷവും CH മുഹമ്മദ് കോയ സാഹിബ് ഇവിടെ മന്ത്രിയായിട്ട് പലരുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇനി അവിടുന്ന് കഴിഞ്ഞിട്ട് നേരെ വലതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെയാണ് മുസ്ലിം ലീഗുകാർ പോയത്. അപ്പോൾ അവിടെയുള്ളവരും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയല്ലോ. അപ്പോൾ എന്ന് മുതലാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത ഒരു വിഭാഗം ഉണ്ടായത്? ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട്. അപ്പോൾ അന്ന് ഏറെക്കാലം പിന്നെയും കരുണാകരൻ്റെ കൂടെയും ഒക്കെ CH മുഹമ്മദ് കോയ സാഹിബ് മിനിസ്റ്ററായിട്ട് ഉണ്ടായിട്ട് എന്താണ് പിന്നെ ഒരു നേട്ടവും കേൾക്കാൻ കഴിയാതിരുന്നത്? നേട്ടം ഇപ്പോൾ ലീഗുകാർ പറയുന്നതും CHനെ കുറിച്ച് പറയുന്നത് CH ആണ് മലപ്പുറം ജില്ല ഉണ്ടാക്കിയത്, CH ആണ് സ്കൂൾ ഉണ്ടാക്കിയത്, CH ആണ് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അതിന് ശേഷമുള്ളൊരു ചരിത്രം ഈ ലീഗുകാർക്ക് പറയാൻ കഴിയാത്തത്? അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് ചരിത്രം എടുത്ത് നോക്കിയാൽ തന്നെ ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും വലിയൊരു ശത്രുവായിട്ടാണ് നിലകൊള്ളുന്നത്. ഇവിടുത്തെ ലീഗിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. ലീഗിൻ്റെ ജമാഅത്തെ ഇസ്ലാമിയുടെയും ലീഗിനെ കുറിച്ചുള്ള ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ഇർഫാൻ ഹബീബ്, പേരുകെട്ട ഇർഫാൻ ഹബീബ് അല്ല, അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിൽ എല്ലാം വളരെ അരിച്ചു പെറുക്കി അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഉറുദുവിലും അതുപോലെ ഇംഗ്ലീഷിലുമുള്ള എല്ലാ പുസ്തകങ്ങളും വെച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും ലീഗുകാർക്കും ഒന്നായിരിക്കാൻ കഴിയില്ല.
അത്രമാത്രം ഈ ലീഗിനെ ദ്രോഹിച്ച ഒരു വിഭാഗമാണ് മൗദൂദി സാഹിബ് എന്ന് പറയുന്നത്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ലീഗിൻ്റെ മുസ്ലിം എന്ന് അവകാശപ്പെടാൻ കഴിയുക? ലീഗുകാർ ചെയ്യുന്നത് ആംഗ്ലോ ഇന്ത്യൻ വേഷ്യക്ക് പകരം മുസ്ലിം വേഷ്യ വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് അവരെ അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ലീഗുകാർ അന്ന് തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിയതാണ്. ഈ ഒരു പാർട്ടിയെ ഇവിടെയുള്ള ഏതെങ്കിലും മതസംഘടനകൾ അംഗീകരിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു മതസംഘടന? ഇനി ഇവർ പറയും, അതാ ബംഗാളിലാകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊളിഞ്ഞു പോയിന്ന്. ഈ മുട്ടയില്ലാത്തവൻ ചെറുവരലില്ലാത്തവനെ പരിഹസിക്കുന്ന പോലെ ഇവരെവിടെയുള്ളത്? ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയി എന്ന് പറഞ്ഞ് ആക്രോശിക്കുന്ന ആളുകൾ സ്വയം നിലനിൽപ്പ് ചിന്തിക്കട്ടെ, ഇവരെവിടെയാണ് ഉള്ളത് എന്ന്. ഇവർ ലീഗിനെ നയിക്കാൻ തുടങ്ങിയാൽ ലീഗ് എങ്ങോട്ട് പോകും? ഇവർക്ക് ഒരു കഴിവുണ്ട്, ഇവർക്ക് RSSുമായിട്ട് എപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താം. അതിൽ രണ്ടിലും സുഹൃത്തുക്കളുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടെ അവർ ഒന്നിച്ചിരിക്കുന്നത്. ആ ഒരു വിഷബീജത്തെ യഥാർത്ഥത്തിൽ ലീഗിലേക്ക് കൂടി കൊണ്ടുവരുമ്പോൾ നമുക്ക് ലീഗ് ഉണ്ടാവണോ ഇല്ലാണ്ട് എന്നല്ല, പക്ഷെ ലീഗിൽ വിശ്വസിക്കുന്ന ഒരുപാട് പാവപ്പെട്ട വിശ്വാസികളുണ്ട്. ആ വിശ്വാസികൾ ഇത് സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവർ ഇവിടെ ഹിന്ദുവിനും മുസൽമാനും ഇടയിൽ വലിയ വരകൾ വരച്ചിടാൻ തുടങ്ങും. ഇന്നതില്ല, പക്ഷെ നാളെ ഈ വരകൾ വരച്ചിടാൻ തുടങ്ങിയാൽ അത് ലീഗിന് മാത്രമല്ല നഷ്ടം, അത് നമ്മുടെ കേരളത്തിന് തന്നെ നഷ്ടമാണ്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി എപ്പോഴും അതിൻ്റെ മീറ്റിങ്ങുകൾ, പ്രത്യേകിച്ച് നാരായണ മാഷ പോലുള്ള ആളുകൾ വളരെ വ്യക്തമായി പറയാറുണ്ട്, ലീഗിന് ഇത് നഷ്ടമാണ്. കാരണം അവരുടെ സൈദ്ധാന്തികരായി നിലകൊള്ളുന്ന ജമാഅത്തെ ഇസ്ലാമിയാകുമ്പോൾ അവർക്ക് എന്താണ് ഇവരോട് പറയാനുണ്ടാവുക? ഹുക്കൂമത്തെ ഇലാഹി, ദൈവിക ഭരണം വേണമെന്ന്. ഞങ്ങൾ അങ്ങനെയാണ്, ദൈവിക ഭരണത്തിന് എന്താ കുഴപ്പം എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. പിന്നെ എന്തിനാണ് അവരത് മാറ്റിയത്? ആ ഒരു സ്ലോഗൻ ഹുക്കൂമത്തെ ഇലാഹി, ഇവിടെയുള്ള പ്രായം ചെന്നവർക്ക് അറിയാൻ പറ്റുമല്ലോ, ഇവിടെ വോട്ട് ചെയ്യൽ ഹറാമാണ്, നിഷിദ്ധമാണ്, വോട്ട് ചെയ്യാൻ പാടില്ല. അതുമാത്രമല്ല, ഇന്ത്യ എന്നാൽ ദാറുൽ കുഫർ, അവിശ്വാസത്തിൻ്റെ നാടാണ് ഇന്ത്യ. അദ്ദേഹം ഇന്ത്യയിൽ കുറച്ചു കാലം താമസിച്ചു. പാകിസ്ഥാൻ വന്നപ്പോൾ പാകിസ്ഥാനിലേക്ക് പോയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് പറയാണ് ഇന്ത്യ അശുദ്ധിയുടെ നാടാണ്, അവിശ്വാസത്തിൻ്റെ നാടാണ്. അങ്ങനെ പറയുന്ന ഈ ആൾക്ക്, ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് അങ്ങനെയുള്ള ദൈവരാജ്യം അവർ തന്നെ വേണ്ട എന്ന് വെച്ച് ഇഖാമത്തുദ്ദീൻ, മതം നിലനിർത്തുക. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ദൈവരാജ്യം എന്ന് പറയണ്ട, ആദ്യം നമ്മൾ മതം നിലനിർത്തുക എന്ന് പറയുക, എന്നിട്ട് മെല്ലെ മെല്ലെ ദൈവരാജ്യത്തിലേക്ക് പോകാം എന്ന സൂത്രങ്ങൾ ഉപയോഗിച്ച് ഇവിടെ നടക്കുന്ന ഈ പ്രവൃത്തി ഒരിക്കലും ഞാൻ പറയുന്നില്ല മുസ്ലിം ലീഗ് സെക്യുലറിസ്റ്റുകളാണ്. കാരണം അവർ ആഗ്രഹിക്കുന്ന സെക്യുലറിസവും ജനാധിപത്യവുമാണ്. അതിൻ്റെ കേദാരങ്ങളാണ് ബാഫക്കി തങ്ങളും CH മുഹമ്മദ് കോയയും ഒക്കെ. അവരങ്ങനെയാണ് പ്രവർത്തിച്ചത്. പക്ഷേ ഈ ഒരു ഹുക്കൂമത്തെ ഇലാഹിയുമായി ഈ രാഷ്ട്രീയ പാർട്ടിയെ കൂട്ടിക്കെട്ടുമ്പോൾ ഉണ്ടാകുന്ന അപകടം അത് തിരിച്ചറിയാൻ ലീഗ് തയ്യാറാവാതെ ഭരണത്തിന് വേണ്ടി മാത്രം ഇത്തരം ജുഗുപ്സാഹമായ വാദഗതികൾ എഴുന്നള്ളിക്കുമ്പോൾ അവിടെ തങ്ങളല്ലാതാകും, പ്രസിഡന്റ് അല്ലാതാകും. അത് പണ്ഡിതന്മാർക്ക് അത് അംഗീകരിക്കാൻ കഴിയാതെയാകും. അതുകൊണ്ടാണ് ലീഗിൻ്റെ കൂടെ എക്കാലവും നിന്ന സമസ്ത പോലും മാറി ചിന്തിക്കാൻ തുടങ്ങുന്നത്. കാരണം ലീഗിനെ നയിക്കാൻ ജമാഅത്തെ ഇസ്ലാമി വരുമ്പോൾ അത് സമുദായത്തിന് നഷ്ടമാണ് എന്ന തിരിച്ചറിവാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെപ്പോലുള്ള ലീഗിനോടൊപ്പം നിന്ന പണ്ഡിതന്മാർ. അവർ മതം അതിൻ്റെ രീതിയിൽ തന്നെ നിലനിൽക്കട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. വിശ്വാസങ്ങളായി പലതുണ്ടാകാം, പാരമ്പര്യ വിശ്വാസങ്ങൾ പലതുണ്ടാകാം, നമുക്കിഷ്ടപ്പെടാത്ത പലതും പറഞ്ഞേക്കാം. പക്ഷേ അവരൊന്നുണ്ട്, എല്ലാവരും മതപരമായ ആ ഒരു പാരമ്പര്യം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആ പാരമ്പര്യത്തിനെതിരായിട്ട് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ കൈകോർക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് അവർ പറയുന്നു. അതാണ് ഈ ഇന്ന് കാണുന്ന ഈ ചില അല്പസ്വരങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പരിണിതഫലം എന്താകും? അപ്പോൾ ഈ ഒരു രീതി ഇത് വന്നു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ നാശമുണ്ടാകുന്നത് മലപ്പുറത്തിനായിരിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞു കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ സ്വീകരിച്ചു വന്ന ഈ സമന്വയവും ഈ സ്നേഹവും ഒക്കെ ഒരു പക്ഷേ ഇല്ലാതാക്കാൻ ഇത്തരം ശക്തികളുടെ ലയത്തിന് സാധിച്ചേക്കും. അല്ലാതെ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അവർ നല്ല പുസ്തകങ്ങൾ കുറേ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, അത് നല്ലത് തന്നെയാണ്, നമ്മൾ നല്ലതിനെ എതിർക്കുന്നവരല്ല. പക്ഷേ അതിൻ്റെ ഉള്ളറകളിലേക്ക് വായിക്കുമ്പോൾ ഖിലാഫത്തും രാജവാഴ്ചയും അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യം ഇവിടെ പാടില്ല എന്നാണ് പറയുന്നത്.
സെക്യുലറിസം വേണ്ട എന്നാണ് പറയുന്നത്. പിന്നെ എന്താ ഇപ്പോൾ ഇവിടെ വേണ്ടത്? അപ്പോൾ ആ രീതിയിലേക്ക് ഈ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്ന, സമൂഹത്തിൻ്റെ ഐക്യത്തെയും ഈ സമൂഹത്തിൻ്റെ ഒന്നിച്ചിരിക്കലിനെയും കൂട്ടായ്മയെയും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേദിയിൽ നിന്ന് ആയി എന്ന് വെച്ച് ഒരു ലീഗുകാരനും തലകുനിക്കേണ്ട ആവശ്യമില്ല, തിരിഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. ഇത് പറയാൻ വേറെ ഏതാണ് വേദികളുള്ളത്? ഇത് ലീഗിൻ്റെ വേദിയിൽ പോയി പറയാൻ പറ്റുമോ? കോൺഗ്രസിൻ്റെ വേദിയിൽ പോയി പറയാൻ പറ്റുമോ? അവിടെയും ഇല്ല. ഈ ബാന്ധവങ്ങൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേദിയിൽ പറയുന്നത്. ഇത് എല്ലാവർക്കും മുന്നറിയിപ്പാണ്. നിങ്ങൾ RSSലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവർ ഈ അതിർവരമ്പ്, ഈ ഹിന്ദുത്വ രാജ്യത്തിൻ്റെ കാര്യത്തിൽ അവരും ഒരു വര വരയ്ക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഇപ്പുറത്ത് മുസ്ലിം രാജ്യ ദൈവിക രാജ്യത്തിൻ്റെ പേരിൽ വേറെ വര വരയ്ക്കുകയാണ്. അപ്പോൾ അവരോട് ഇത് അരുതരുതനിയ എന്ന് പറയാൻ തീർച്ചയായിട്ടും ഇവിടെ ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ. അത് ഇടതുപക്ഷം തന്നെയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്. അതുകൊണ്ടാണ് ഈ മലപ്പുറത്തിൻ്റെ കാര്യം പറയുമ്പോൾ നേരത്തെ ജലീൽ പറഞ്ഞതുപോലെ മലപ്പുറത്തെക്കുറിച്ച് ഇവരൊന്നും പറഞ്ഞിട്ടില്ല. മലബാർ സമരത്തെക്കുറിച്ച് ഒരക്ഷരം പോലും ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ലീഗ് പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. പിന്നെ അവരെന്താ പാടിയത്? ഗാന്ധി ആകുന്നിവനൊരു ഭ്രാന്ത് പിടിച്ചൊരു മനുഷ്യരത്രേ എന്ന് RSS പാടിയതുപോലെ തന്നെ ഗാന്ധി മഹാത്മാവെന്നൊരു വിദ്വാൻ മാന്തിക്കുഴി അതിൽ നിക്ഷേപിച്ച ഖിലാഫത്തെന്നൊരു വിത്തു വിതച്ചത് ആപത്തെന്നൊരു തരുവായി തീർന്നു. നാരദ മുനിതാൻ എന്നതുപോലെ ധീരനൊരേഷണി ഉപദേശിച്ചു. ഗാന്ധി മഹാത്മാവാകുന്നിവനൊരു ഭ്രാന്ത് പിടിച്ചൊരു മനുഷ്യനത്രേ എന്ന് RSSൻ്റെ പത്രം എഴുതിയപ്പോൾ അതേ സ്വരത്തിലാണ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇവിടെയുള്ള ചില ലീഗുകാരെ എഴുതിയത്. അത് ഹംസക്കയാണ് എനിക്ക് പാടിത്തന്നത്. ഇന്ത്യ എന്ന പതിക്ക് സ്വയം ഭരണം കിട്ടാനാശിച്ചെന്തിനിടോ വാഴക്കിന് പോണിക്കാലത്ത് ഇത്രയും മര്യാദക്കെന്നെന്നും ഇന്നാട് ഭരിക്കുവാൻ ഇത്ര നല്ലൊരു മന്നവനുണ്ടോ ലോകത്ത്. ഞാനിപ്പോൾ ഈ മാപ്പിളകല അക്കാദമിയുടെ ചെയർമാനായപ്പോൾ പഠിച്ച ചില പാട്ടുകളാണത്. അപ്പോൾ ഇത് എന്തിനാണ് ബ്രിട്ടീഷുകാരെല്ലാം നല്ല ഭരണം ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഇതൊക്കെ വിട്ട് വേറെ പോകണേ എന്ന് ഒരു മുസ്ലിം ലീഗുകാരനായ ആൾ ചോദിച്ചാണ്. ഒരു യഥാർത്ഥ മാപ്പിള അങ്ങനെ ചോദിക്കൂല, പോടെ പുറത്ത് ബ്രിട്ടീഷുകാരോട് അത്രേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ആളുകൾ, ഒരു വിഭാഗം സാമ്രാജ്യത്വ മോഹികളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ എന്നും ഉണ്ടായിട്ടുണ്ട്, ഏത് സമുദായത്തിലും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഒരു സമൂഹത്തെ അളക്കുന്നത് അവർ എവിടെ നിൽക്കുന്നു എന്നത് വെച്ചാണ്. അവർ മതത്തിൻ്റെ പേരിൽ മാത്രം അളക്കാൻ പറ്റില്ല. എത്രയോ ആളുകൾ മലബാർ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ടല്ലോ, മലബാർ സമരത്തിൽ കുറച്ച് മാപ്പിളമാരെ പങ്കെടുത്തിട്ടുള്ളൂ. ബഹുഭൂരിപക്ഷം മാപ്പിളമാർ ഒന്നുകിൽ വെറുതെ ഇരിക്കുകയായിരുന്നു, അതല്ലെങ്കിൽ അവർ ജന്മിമാരുടെ ഒപ്പം അവരുടെ ആശ്രിതരായി നിലകൊള്ളുകയായിരുന്നു. വളരെ ശക്തരായ ഖിലാഫത്ത് സമരത്തിൽ പങ്കെടുത്ത ആ ആളുകൾ അവരാണ് യഥാർത്ഥത്തിൽ ഇവിടെ രക്തസാക്ഷിത്വം വരിക്കാനും ഒക്കെ മുന്നോട്ട് വന്നത്. മറ്റുള്ളവർ ഒറ്റിക്കൊടുക്കുകയായിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ മാപ്പിളമാരൊക്കെ കൊന്നു. അതെന്താ? ഗൂർഖകളാണ് കൊന്നിരുന്നത്, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന പട്ടാളക്കാരെ കൊന്നിരുന്നത്. ആരെയാണ് കൊല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ കൊല്ലേണ്ടത് ഇങ്ങനെ തലക്കെട്ടും കെട്ടി ഷർട്ടൊന്നും ഇടാത്ത കുറേ കർഷകർ കാണാം, അവരാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്, അവരെ കൊന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അങ്ങോട്ട് കൊന്നു. ആ കൊല്ലലിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് ഒരു ബ്രിട്ടീഷ് ചരിത്രകാരൻ തന്നെ പറയുന്നുണ്ട്, കുക്രി എന്നൊരു കത്തി. കാരണം ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും പേടി ഈ പിശാങ്കത്തി എന്നായിരുന്നു. പിശാങ്കത്തിയെക്കുറിച്ച് 12 പേജെങ്കിലും അവർ എഴുതിയിട്ടുണ്ട്. ഇതിനെന്തോ മാന്ത്രിക ശക്തി ഉണ്ടെന്നും ഇത് മമ്പുറത്ത് പോയിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇവർ യുദ്ധരംഗത്ത് ഇറങ്ങാറുള്ളത് എന്നും അത് ഊരി പിടിച്ചാൽ 10 ആളെ കൊന്നിട്ട് അവർ നിൽക്കുകയുള്ളൂ എന്നും അതിൽ എന്തായാലും ബ്രിട്ടീഷുകാർ ഉണ്ടാകുമെന്നൊക്കെ പല കഥകളും. ഈ കത്തിക്ക് പകരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് വൈസ്രോയി തലത്തിൽ ചർച്ച നടത്തുകയാണ്. അവരുടെ റിപ്പോർട്ടുകളിൽ ഇത് കാണാൻ പറ്റും. പിശാങ്കത്തി എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ പിശാൻ നൈഫ് എന്ന് പറയുന്ന ഈ കത്തി എത്രമാത്രം അവർ ഭയപ്പെട്ടിരുന്നു. നമുക്കതൊരു ഭയവുമില്ല, നമ്മളത് വെറ്റില പണിക്കും കൃഷിയായുധമായിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഇതിങ്ങനെ അരയിൽ പിടിച്ച് പോകുന്ന കാണുമ്പോൾ ഇതെല്ലാവരും ഉപയോഗിക്കും. മാപ്പിളമാർ മാത്രമല്ല ഉപയോഗിച്ചത്, അധികവും ഈ തേങ്ങ അറുക്കുന്ന ആളുകളാണല്ലോ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ കത്തിയെക്കുറിച്ചാണ് വലിയ ഗവേഷണം നടത്തിയിട്ട് കണ്ടുപിടിച്ച് ഇതിന് മാർഗം ഒരേ ഒരു കത്തി വേറെ ഉണ്ട്, അത് ഗൂർഖകൾ ഉപയോഗിക്കുന്ന കുക്രി എന്ന കത്തിയാണെന്ന്.
ആ കുക്രി എന്ന കത്തി എന്നിട്ട് ഗൂർഖകൾ ഇങ്ങോട്ട് ഇറക്കുകയാണ്. അവർക്ക് മലയാളം അറിയില്ല, മാപ്പിളയും അറിയില്ല, ലഹളയും ഒന്നും അറിയില്ല. അപ്പോൾ ആരെ കൊല്ലേണ്ടത്? ഈ ഒരു വേഷിട്ട ആളുകളെ കൊന്നോളൂ എന്ന് പറഞ്ഞ് കാട്ടിലും മലയിലും ഒക്കെ ഒളിഞ്ഞിരിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയൊക്കെ തുരുതുരാ കൊന്ന് ചാക്കിൽ കെട്ടിയിട്ട് ബ്രിട്ടീഷ് യജമാനന്മാരുടെ മുമ്പിലിട്ടിട്ട് എണ്ണം കൊടുക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. അപ്പോൾ പലരും മരിച്ചു, മാപ്പിളമാർ ഒരുപാട് വധിക്കപ്പെട്ടു. അവരുടെയൊക്കെ ചോര, അവരുടെയൊക്കെ രക്തം പുരണ്ട, അവരുടെയൊക്കെ ശിരസിൽ നിന്നും ഇറ്റിറ്റ് വീണ രക്തത്തിൻ്റെ മണമുള്ള നാടാണ് യഥാർത്ഥത്തിൽ മലപ്പുറം. ഇതിനെ തകർക്കാൻ ആർക്കാ കഴിയുക? അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമാണ് നമുക്കുണ്ടാവേണ്ടത്. അതാണ് ചരിത്രം എന്ന് പറയുന്നത്. ഈ ചരിത്രത്തെ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞ് താൽക്കാലികമായ ഇവരുടെ രാഷ്ട്രീയമായ ലാഭങ്ങൾക്ക് വേണ്ടി ഇവരെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മുതിർന്നാൽ നിങ്ങൾ കത്തിവെക്കുന്നത്, അടിവേരറിക്കുന്നത് ഈ നാടിൻ്റെ പാരമ്പര്യത്തെയാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിയോടും മുസ്ലിം ലീഗുകാരോടും RSSകാരോടും ശക്തമായി പറയാൻ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയൂ. അതുകൊണ്ട് ആ ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി ഇങ്ങനെയുള്ള ഒരു സെമിനാർ വിഷയം ഏറ്റെടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ദൗത്യം നമ്മൾ തുടരണമെന്നും ഇനി കൂടുതൽ പറയാൻ നാരായണ മാഷ് വരുമെന്നും വിചാരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.